ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗ് വീണ്ടും ട്വിറ്ററിലും ഫേസ്ബുക്കിലുമെല്ലാം ട്രെൻഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പ്രമുഖനായ നിർമ്മാതാവിൻ്റെ മകൻ്റെ റിസപ്ഷന് വിജയും തൃഷയും ഒരേ ഡ്രസ്സിൽ ഒരേ കാറിൽ ഇറങ്ങി വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ട്വിന്നിങ് കുപ്പായം അണിഞ്ഞ് ഇരുവരും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഗ്രീറ്റ് ചെയ്തുകൊണ്ട് ആളുകൾ വരവേറ്റുകൊണ്ട് അദ്ദേഹത്തെ മണ്ഡപത്തിലേക്ക് കൊണ്ടെത്തിച്ചതും നമ്മൾ കണ്ടതാണ്. ഒരു നിമിഷം ഇത് AI ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും വീഡിയോ ആണോ എന്ന് പോലും ചിന്തിച്ചു പോയി. കാരണം ആ വീഡിയോ പെട്ടെന്ന് കാണുന്ന ആരും പെട്ടെന്ന് ഉൾക്കൊള്ളുകയോ വിശ്വസിക്കാനോ തയ്യാറാവില്ല. കാരണം അത്രയധികം പ്രതിസന്ധിയിലൂടെയാണ് വിജയ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം ഡിവോഴ്സ് പെറ്റീഷന് ഫയൽ ചെയ്ത് നിൽക്കുന്ന ഇതേ സമയത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിജയ് ഈ ഒരു കടുത്ത നീക്കത്തിന് പിന്നിലെടുക്കുന്ന തീരുമാനം എന്താണ് വിജയുടെ മനസ്സിലൂടെ പോകുന്നതും ഉദ്ദേശിക്കുന്നതും? വിജയ് ചിലപ്പോൾ തീരുമാനിക്കുന്നതായിരിക്കും, വിമർശനങ്ങൾ പലതും നടക്കട്ടെ, താൻ തൻ്റെ സ്വഭാവത്തിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നോ മാറുന്നില്ല, അങ്ങനെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ വിമർശകരുടെ വാടപ്പിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറുമെന്നതായിരിക്കാം ഒരുപക്ഷെ വിജയും തൃഷയും ഉദ്ദേശിച്ചത്. പക്ഷേ കാര്യങ്ങൾ വീണ്ടും കീഴ്മേൽ മറിയുകയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രയും പ്രതിസന്ധികൾ നിൽക്കുന്ന സമയത്ത് തൃഷയോടൊപ്പം ഈ വെഡ്ഡിംഗ് റിസപ്ഷൻ എന്തിനു വിജയ് പങ്കെടുക്കാനെത്തി എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സംഗീതയ്ക്ക് ജസ്റ്റിസ് എന്ന ഹാഷ്ടാഗും നിലനിൽക്കുന്നത്. ഏപ്രിൽ 20 വിജയ് കോടതിയിൽ ഹാജരാകണമെന്ന് പെറ്റീഷനിൽ പറയുമ്പോൾ പോലും ഇടയ്ക്ക് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിവാഹമോചന കേസ് ഒത്തുതീർപ്പിലായെന്നാണ്. 250 കോടിയോളം രൂപ മുടക്കി വിജയ് ഈ വിവാഹമോചന കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെന്നതും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസത്തെ റിസപ്ഷൻ പരിപാടിയിൽ ഇരുവരും ചേർന്ന് ഒരുമിച്ചെത്തിയത്. അതിനുശേഷം സംഗീതയുടെ ഭാഗത്തു നിന്നും പരസ്യമായ ഒരു തരത്തിലുമുള്ള പ്രതികരണം നാളിതുവരെ ഉണ്ടായിട്ടില്ല. ആ വിവാഹമോചന പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷവും സംഗീതയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. വിജയിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തൃഷ അൺഫോളോ ചെയ്തെന്ന വാർത്തയും വിജയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മകനായ ജേസൺ സഞ്ജയ് അൺഫോളോ ചെയ്തുള്ള വാർത്തയും നമ്മൾ കണ്ടതാണ്, കൊടുത്തതുമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഈ അൺഫോളോ. റിയൽ ലൈഫിൽ അൺഫോളോ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. എപ്പോഴും തൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് നടക്കുമെന്നത് കഴിഞ്ഞ ദിവസത്തെ ആ പരിപാടിയിൽ നിന്നും വ്യക്തമായ കാഴ്ചയാണ്. മണ്ഡപത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും ഇരുവരും ചേർന്ന് ഒരുമിച്ച് വന്ന വീഡിയോയും ഗില്ലി എന്ന സിനിമയിലെ പാട്ട് വെച്ച് റീമിക്സ് ചെയ്ത് ഇറക്കിയതുമൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും തരംഗം. വിജയ് ആരാധകർക്ക് എന്ത് പറഞ്ഞ് ന്യായീകരിക്കണമെന്നറിയാതെ തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് തലേ ദിവസം തഞ്ചാവൂർ വെച്ച് നടന്ന റാലി ഫംഗ്ഷനിൽ 6 പേർക്കോളം പരിക്കേറ്റ വാർത്തയും നമ്മൾ കണ്ടതാണ്. കരൂർ ദുരന്തത്തിന് ശേഷം വീണ്ടും തഞ്ചാവൂരിൽ മറ്റൊരു ദുരന്തമുണ്ടായില്ലെങ്കിൽ പോലും 6 പേർക്ക് പരിക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. വിജയ് നടത്തുന്ന ഓരോ സമ്മേളനങ്ങളിലും സ്വാഭാവികമായും ആരാധകർ ഇരച്ചു കയറാറുണ്ട്. പക്ഷേ വ്യക്തി ജീവിതത്തിൽ വിജയ് എടുക്കുന്ന ഈ നിലപാടുകൾക്ക് അങ്ങേയറ്റം എതിർപ്പാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തനിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം, പക്ഷേ ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് പോകണമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ വിജയുടെ വ്യക്തിപരമായ ജീവിതമാണ്, വിജയ്ക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാമെന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. രണ്ട് ചേരിയായി തിരിഞ്ഞ് വിജയ് ആരാധകർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ വിജയും തൃഷയും തമ്മിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്നത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ വരും. കാരണം സംഗീത കൊടുത്തിരിക്കുന്ന വിവാഹമോചന പെറ്റീഷനിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നടിയുമായിട്ട് വിജയ്ക്കുള്ള ബന്ധം വിവാഹേതര ബന്ധം, അവിഹിത ബന്ധം. അത് തന്നെയാണ് ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് സംഗീത പറയുമ്പോൾ വിരലുകൾ ചൂണ്ടുന്നത് ഒരേ ഒരു നായികയിലേക്കാണ്, അത് തൃഷ കൃഷ്ണനിലേക്കാണ്. കാരണം സംഗീത പറയുന്ന 2021 മുതൽ ഇതുവരെയുള്ള ഗോസിപ്പ് കോളങ്ങളിൽ വിജയ് എന്ന പേര് ഒരു നടിയുമായി ചേർത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തൃഷയുടേത് മാത്രമാണ്. അവിടെ നിൽക്കുമ്പോഴാണ് വിജയും തൃഷയും ഈ ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് ബോൾഡ് ഡിസിഷൻ എന്ന് ഞാൻ പറഞ്ഞു തരാം. വിജയ് ഇപ്പോൾ ഒരു നടൻ മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. തമിഴക വെട്ടിക്കഴകം എന്ന തമിഴ്നാട്ടിൽ 2026 ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പാർട്ടിയിലെ തലവൻ നേതാവ്, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് കൊതിക്കുന്ന തലവൻ നേതാവ്. അദ്ദേഹം നടത്തുന്ന ഓരോ ആക്ടും സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ഒപ്പിയെടുക്കും. അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തന്നെ പ്രധാനപ്പെട്ട കളികളായിട്ടും മാറും. അവിടെ നിന്നുകൊണ്ടാണ് തമിഴ്നാട്ടുകാരനായ ഒരു പൊളിറ്റീഷ്യൻ നേതാവ് കം ആക്ടർ ഇതുപോലൊരു ഡിസിഷൻ എടുക്കുന്നത് എന്നത് വളരെ ഞെട്ടലുണ്ടാക്കിയ കാര്യം തന്നെയാണ്.
സ്വാഭാവികമായിട്ടും നാഷണൽ മീഡിയ ഉൾപ്പെടെ ഇന്നലത്തെ വിഷ്വൽസ് കവർ ചെയ്തു, വാർത്തയാക്കി. വിജയ് വീണ്ടും ഇന്ത്യയൊട്ടാകെ തരംഗമായി മാറി, ചർച്ചയായി, ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. നാളെ വിജയും തൃഷയും വീണ്ടും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതായി നമ്മൾ കണ്ടാലും ഇനി അത്ഭുതപ്പെടരുത് എന്നൊരു സ്റ്റേറ്റ്മെന്റും കൂടി വിജയും തൃഷയും കഴിഞ്ഞ ദിവസത്തെ ആ വരവിലൂടെ ഒരു കാര്യം ഉറപ്പാക്കി. മാധ്യമങ്ങളോട് ഒരു വാക്ക് പറഞ്ഞില്ല, ചുറ്റും കൂടി നിന്നവരോടും ഒരു വാക്ക് പോലും പറയാതെയാണ് തൃഷയും വിജയും ഒരുമിച്ച് നടന്നു കയറി മണ്ഡപത്തിലെത്തി ഫോട്ടോ എടുത്ത് തിരിച്ച് മടങ്ങി അതേ കാറിലേക്ക് പോയത്. വന്ന 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇരുവരും ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ഒരു കാറിൽ സഞ്ചരിക്കുന്നത് തന്നെ വാർത്തയാകുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു ആക്ടറും ആക്ട്രസും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇതുപോലെ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോഴുള്ള സ്വാഭാവികമായ ഗോസിപ്പ് കോളങ്ങളും തോട്ട് പ്രോസസ്സുകളിലേക്കും കടക്കുന്നത്. എന്തായാലും വിജയ് തന്റെ നിലപാട് വ്യക്തമാക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ വിവാഹമോചന കേസ് ഒത്തുതീർപ്പായോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ആ വിഷ്വലിന് ശേഷം സ്വാഭാവികമായിട്ടും പുറത്തു വരികയാണ്. എന്തായാലും ഏപ്രിൽ 20 വിജയ് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. വിവാഹമോചന പെറ്റീഷൻ ഇതുവരെ സംഗീത വിഡ്രോ ചെയ്തിട്ടുമില്ല, അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേസ് നടക്കുകയാണ്. 20-ാം തീയതി വിജയ് ഹാജരാകുമോ ഇല്ലയോ, അതിനിടയിൽ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.